വന്ന അവിടെ നാമജപങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്ത ഇതിൽ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ മനസ്സുകൊണ്ട് ശാന്തരാകുന്നുണ്ട് ഇല്ലേ? ഇവിടെ വീട്ടിലിരിക്കുന്ന മനസ്സോടുകൂടിയാണോ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുക? മനസ്സിന് ശാന്തതയുണ്ട്, സന്തോഷമുണ്ട്, സുഖമുണ്ട് അല്ലേ? ഈ സുഖം നമുക്ക് വീട്ടിലിരുന്നാൽ കിട്ടത്തില്ല. ഇങ്ങനെ 9 ദിവസം ഈ ആഘോഷങ്ങളും ഇതുപോലെയുള്ള കലാപരിപാടികളും ഒക്കെ കണ്ട്, ഇതുപോലെ ഗോപിക ചന്ദന അവതരിപ്പിച്ച ആ പരിപാടി, ആ നൃത്തം കലയെ, ആ കലാപരമായ വാസനകൾ സംസ്കാരത്തെ വർദ്ധിപ്പിക്കും. എവിടെ ഈ കലകളൊക്കെ പഠിച്ചു അവർക്കെപ്പോഴും സംസ്കാരം ഉണ്ടാകും. ആ സംസ്കാരത്തിൽ ഒരിക്കലും വിട്ടുമാറത്തില്ല, അവരൊരിക്കലും വഴിതെറ്റിപ്പോകും. ഇത് കണ്ടിട്ട് നമ്മളെന്ത് വേണം? നമ്മളും നമ്മുടെ കുട്ടികളെ ഈ കലാപരമായുള്ള കാര്യങ്ങളിലേക്ക് വളർത്തിക്കൊണ്ടുവരണം. അവരിലുള്ള സർഗവാസനകളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വേദി കൂടി ആകണം ഈ ആഘോഷങ്ങളൊക്കെ. അപ്പം നമ്മളും സാംസ്കാരികപരമായിട്ട് വളരെ ഉയരണം. കഴിഞ്ഞ കാലഘട്ടത്തിൽ ജീവിച്ച പോലെ മാത്രം ജീവിച്ചാൽ പോരാ. അപ്പം അങ്ങനെ ഈ വരമുനിയുടെ ശാപത്താൽ ഉണ്ടായ ഈ മഹിഷാസുരൻ ഈ ഭൂമിയിൽ ഇങ്ങനെയൊക്കെ ആയി. അപ്പം അതാണ് നവരാത്രിയുടെ ഈ മഹിഷാസുരനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി ഭഗവതി ദുർഗയായി, ദുർഗതികളൊക്കെ തീർക്കുന്നതിന് വേണ്ടി ദുർഗയായി, ദുർഗമനെ വധിക്കുന്നതിന് വേണ്ടി, ആ ദുർഗുണങ്ങളൊക്കെ നശിപ്പിക്കുന്നതിന് വേണ്ടി ദുർഗ ആയും ദേവി അവതരിപ്പിച്ചു. അങ്ങനെ 10ാമത്തെ ദിവസം ആ ദീപത്തിൻ്റെ അഥവാ വിജയദശമി നമ്മൾ ആഘോഷിക്കപ്പെടണം. ഇതാണ് കഥകൾ. അപ്പോൾ ഇവിടെ നവരാത്രിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിദ്യാരംഭമാണ്. വിദ്യാരംഭം ഒരു മന്ത്രദീക്ഷ തന്നെയാണ്. അപ്പോൾ അവിടെ എന്ത് വേണം? ഒരു ഗുരുവിനെ കുറിച്ച് നമ്മൾ അറിയാം. എന്താണ് ഗുരുവിൻ്റെ